നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ടാക്സി സ്റ്റാൻഡുകളുടെ പുനർനിർമ്മാണം നീളുന്നു. ഇത് ടാക്സി ഡ്രൈവർമാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി ടൗണിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന വേളയിൽ ടാക്സി സ്റ്റാൻഡുകൾ പൊളിച്ചു മാറ്റിയത്. പട്ടാമ്പി ഗവൺമെന്റ് യു.പി. സ്കൂളിന് സമീപത്തെയും മേലെ പട്ടാമ്പിയിലെയും ഷെഡുകളാണ് പൊളിച്ചു മാറ്റിയത്. ഇതോടൊപ്പം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റോഡ് റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും അനുബന്ധ പ്രവൃത്തികൾ ഇപ്പോഴും നടന്നു വരികയാണ്. എന്നാൽ പൊളിച്ചു മാറ്റിയ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ലെന്നാണ് ആക്ഷേപം. ഷെഡുകൾ പൊളിച്ചു മാറ്റിയെങ്കിലും ഈ ഭാഗത്ത് തന്നെയാണ് ടാക്സികളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചൂട് കൂടിയതോടെ ഡ്രൈവർമാർ ദുരിതത്തിലായിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് പഴയ ഞങ്ങൾക്ക് ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡ് ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ തണലിൽ ഞങ്ങൾക്ക് ഇരിക്കായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഈ പൊരുവേലത്ത് ഇവിടെ ഇരിക്കുക, ഈ കടകളെ മുന്നിലൊക്കെ പോയിട്ട് നമ്മൾ പോയിട്ട് ഇരിക്കുക. വലിച്ച ആൾക്കാരും വരുമ്പോൾ റോഡ് മുറിഞ്ഞ് കിടക്കുക. വലിച്ച വണ്ടികളും വന്നാൽ അതും ബുദ്ധിമുട്ട്. വണ്ടികൾ ഇരിക്കാനൊരു സൗകര്യം നമുക്ക് കിട്ടണ്ടേ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ അധികൃതരോടൊക്കെ. അവരെന്തെങ്കിലും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും ഒക്കെ ഒരേ മരിക്ക് തന്നെ വരിക. കാരണം വെച്ചാൽ ഡീസൽ കമ്മിയായി വരിക ചെയ്യുക. അപ്പൊ അതിന് മൈലേജ് ഷോർട്ടാവും. അതും നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. പൊള്ളുന്ന വെയിലിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ പലരും സമീപത്തെ മരത്തണലുകളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലുമെല്ലാമാണ് ചൂടിൽ നിന്നും ആശ്വാസം തേടി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. പൊളിച്ചു മാറ്റിയ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അല്ല, ചെയർമാനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റോഡിന്റെ പണി കഴിയട്ടെ. ഇപ്പൊ ഹിന്ദിക്കാരൊക്കെ ഇലക്ഷനായിട്ട് പോയിരിക്കല്ലേ, അവര് വന്ന് റോഡ് പണി ഗേറ്റ് ഇതൊക്കെ സ്കൂളിന്റെ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യാൻ സൗകര്യം. 2 മാസത്തിനുള്ളിൽ ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കണം. റോഡ് പണി കഴിഞ്ഞാൽ ഷെഡ് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉറപ്പിലാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയാൽ ടാക്സി സ്റ്റാൻഡ് ഷെഡുകൾ പുനർനിർമ്മിച്ചു നൽകാമെന്നാണ് അധികൃതർ നൽകിയിരുന്ന വാക്ക്. എന്നാൽ ഇതൊന്നും നടപ്പായില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. മഴക്കാലം എത്തുമ്പോഴേക്കും ഷെഡുകൾ പുനർനിർമ്മിച്ചാൽ വലിയ അനുഗ്രഹമാകുമെന്നും ഡ്രൈവർമാർ പറയുന്നു. പട്ടാമ്പി ടാക്സി സ്റ്റാൻഡ് എന്നുള്ള പേരന് പോയി. ഇപ്പൊ വെറുതെ കുറെ ഡ്രൈവർമാർ വന്നിട്ട് ഈ വെയിൽ കൊണ്ട് വൈകുന്നേരം വരെ പോലെ നിന്നിട്ട് കയ്യുള്ള കാതിന് ചായയും വെള്ളം കുടിച്ചിട്ട് ഒന്നുമില്ലാതെ പോവുക, തിരിച്ചു പോവുക. രാവിലെ വരെ അതേപോലെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. കുട്ടനാട് വാവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ KCB ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറിയ അപകടം. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ശനിയാഴ്ച ഉച്ചയോടെ വാവന്നൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കുന്നംകുളം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പട്ടാമ്പിയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ കുന്നംകുളത്തേക്ക് വരുന്നതിനിടെ KCB ട്രാൻസ്ഫോമറിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന കറുകപ്പുത്തൂർ വട്ടോളിക്കാവ് റോഡിൽ വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. സൗദി നഗറിന് സമീപം ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. പൈപ്പ് പൊട്ടി ശക്തമായ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയതിനെ തുടർന്ന് റോഡിൽ വലിയ കുഴികളും വിള്ളലുകളും രൂപപ്പെട്ടു. റോഡിലൂടെ കുത്തിയൊലിച്ച വെള്ളം സമീപത്തെ വീടുകളിലേക്ക് ഇരച്ചുകയറിയത് പ്രദേശവാസികളെ പരിഭ്രാന്തരാക്കി. മണിക്കൂറുകളോളം പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടന്നു. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റോഡ് പകുതിയോളം തകർന്ന് ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനയാത്ര അതീവ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. നവീകരണം നടക്കുന്ന പാതയായതിനാൽ നിലവിൽ തന്നെ യാത്ര ദുഷ്കരമായ ഇവിടെ പുതിയ കുഴികൾ കൂടി രൂപപ്പെട്ടത് ഇരുചക്രവാഹന യാത്രികർക്കും മറ്റും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ പാതയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. റോഡ് പണികൾ നടക്കുമ്പോൾ പൈപ്പുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. തകർന്ന പൈപ്പ് അടിയന്തരമായി നന്നാക്കണമെന്നും റോഡിലെ കുഴികളടച്ച് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിന്റെ നട്ടെല്ലായ INTUC സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ശബ്ദമുയർത്തിയ ഒരേ ഒരു തൊഴിലാളി പ്രസ്ഥാനമാണെന്നും INTUCയുടെ പ്രവർത്തന മാതൃക ലോകരാജ്യങ്ങളിലെ തൊഴിലാളി വർഗത്തിന് ഉദാത്ത മാതൃകയാണെന്നും മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം പറഞ്ഞു. INTUC തൃത്താല റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃത്താലയിൽ നടത്തിയ മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. INTUC തൃത്താല റീജിയണൽ പ്രസിഡന്റ് TP മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, UDF നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ PV മുഹമ്മദ് അലി, K ബാബുനാസർ, P മാധവദാസ്, P ബാലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, K വിനോദ്, റഷീദ് കൊഴിക്കര തുടങ്ങിയവർ സംസാരിച്ചു.
പാചകവാതക വില വർധനവിനെതിരെ പട്ടാമ്പിയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മെയ് 6 നടത്തുന്ന കടയടപ്പ് സമരത്തിന്റെ മുന്നോടിയായാണ് ധർണ നടത്തിയത്. പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ചാണ് മെയ് 6 സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഹോട്ടലുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ കാലി സിലിണ്ടറുമായി എത്തിയായിരുന്നു പ്രതിഷേധം. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമായിട്ടുള്ള പല വസ്തുക്കളും അനിയന്ത്രിതമായി വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിയന്ത്രണവും സർക്കാരുകൾക്കില്ല എങ്കിൽ ഇവരൊക്കെ ഈ മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു താക്കീതായിട്ടാണ് 6-ാം തീയതി നടക്കാൻ പോകുന്ന ഞങ്ങളുടെ കടയടപ്പ് സമരം. കേരളത്തിലെ മുഴുവൻ മേഖലയിലുള്ള ഈ ഹോട്ടൽ മേഖലയുമായി ഭക്ഷണ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹപ്രവർത്തകന്മാരോടും പറയാനുള്ളത് 6-ാം തീയതി നടക്കുന്ന ഈ സമരത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളായി സമരമുഖത്തേക്ക് ഇറങ്ങണം. തീർച്ചയായും ഇതിന് ഒരു കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ വരും നാളുകളിൽ ഇതിലേക്കാറെ ഏറെ രീതിയിൽ ഞങ്ങൾ തെരുവുകളിലായിരിക്കും. കാരണം ഞങ്ങൾ പാചകം ചെയ്യുന്ന കൈകളാണ്. ആ കൈകളിലേക്ക് തീ പടരാതിരിക്കാൻ ഈ സർക്കാരുകൾ ശ്രമിക്കേണ്ടതുണ്ട്. ശ്രമിച്ചിട്ടില്ല എങ്കിൽ ആ തീ പടർന്നതുമായി ഈ തെരുവോരങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പട്ടാമ്പി KHRA യൂണിറ്റ് നടത്തിയിട്ടുള്ള ഈ ധർണ ഔപചാരികമായി സൈനുദ്ദീൻ, മോഹൻദാസ്, സുബേർ, സതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജന്മനാ വൃക്കരോഗബാധിതനായ 5 വയസ്സുകാരൻ അഭിഷേക് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. കുട്ടിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തുക കണ്ടെത്താൻ നാടൊന്നാകെ കൈകോർക്കുകയാണ്. ആമക്കാവ് നമ്മിണിപ്പറമ്പിൽ ഭഗവതിപ്പറമ്പിൽ വീട്ടിൽ BP സുരേഷ് വിദ്യാദമ്പതികളുടെ 5 വയസ്സുള്ള മകൻ അഭിഷേകാണ് സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തുകഴിയുന്നത്. ജന്മനാൽ വൃക്കരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലും കൊച്ചി അമൃത ആശുപത്രിയിലും ചികിത്സയിലാണ്. ഗുരുതരമായ ആരോഗ്യപ്രശ്നമുള്ള അഭിഷേക് ദിവസേനയുള്ള ഡയാലിസിസിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത്. നിലവിലുള്ള രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് പോംവഴിയെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുള്ളത്. വൃക്ക മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കും ഭാരിച്ച തുക ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബത്തിൽപ്പെട്ട ചുമട്ടുതൊഴിലാളിയായ അച്ഛൻ സുരേഷിനും തൊഴിൽ രഹിതയായ അമ്മ വിദ്യയ്ക്കും ഭാരിച്ച ചികിത്സാ ചെലവ് സ്വന്തം നിലയിൽ കണ്ടെത്തുക എന്നത് തീർത്തും പ്രയാസകരമാണ്. ഇവരുടെ മൂത്ത മകൻ ആഘോഷ് കഴിഞ്ഞ വർഷം കിണറ്റിൽ വീണ് മരണപ്പെടുകയുണ്ടായി. തകർന്ന ഹൃദയവുമായി ജീവിക്കുന്ന ഇവർക്ക് ആകെയുള്ള ആശ്വാസവും പ്രതീക്ഷയും ഇളയ മകനായ അഭിഷേക് മാത്രമാണ്. ഈ കുരുന്നുജീവൻ രക്ഷിക്കുന്നതിന് ഒരു നാടാകെ കൈകോർക്കുകയാണ്. അഭിഷേകിൻ്റെ ചികിത്സാ സഹായ ഫണ്ട് ശേഖരിക്കുന്നതിന് നമ്മിണിപ്പറമ്പ് അഭിഷേക് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് പെരിങ്ങോട് ശാഖയിൽ സമിതിയുടെ ചെയർപേഴ്സൺ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, കൺവീനർ AM രാജൻ, ട്രഷറർ D രാജപ്പൻ എന്നിവരുടെ കൂട്ടായ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികളായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കാരുണ്യം കാത്തുകഴിയുന്ന അഭിഷേകിൻ്റെ കുടുംബത്തിന് പ്രാർത്ഥനയുമായി നാട്ടുകാരും ഒപ്പമുണ്ട്. തൃത്താല നാഗലശ്ശേരിയിലെ ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ള അഭിഷേക് ഇന്നെല്ലാ ദിവസവും ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. 5 വയസ്സുള്ളൊരു കുട്ടി ജീവൻ നിലനിർത്താൻ എല്ലാ ദിവസവും ഡയാലിസിസിന് വിധേയനാവേണ്ടി വരുന്നു എന്നത് എത്ര വേദന ഉളവാക്കുന്ന കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാമല്ലോ. ഡോക്ടർമാർ പറയുന്നത് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇനിയുള്ള പോംവഴി എന്നാണ്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അഭിഷേക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വൃക്ക മാറ്റിവെക്കലിൻ്റെ വലിയ ഭീമമായ ചെലവ് താങ്ങാനാവുകയില്ല. നാട്ടുകാരെല്ലാവരും കൂടി ആ തുക സമാഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ നിഷയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഇതിന് രൂപീകരിച്ച് ഇതിനായി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ സുമനസ്സുകളും ഈ ഉദ്യമത്തിന്
സഹായിക്കണമെന്ന്, കഴിയാവുന്നത്ര പിന്തുണയും സഹായവും നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പട്ടാമ്പിയിൽ നടത്തി വന്നിരുന്ന ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പ് സമാപിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയിരുന്നത്. ഇത്തവണത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ സമാപിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരപേപ്പറിന്മേലുള്ള മൂല്യനിർണ്ണയമാണ് നടത്തി വന്നിരുന്നത്. സംസ്ഥാനത്ത് മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്കായി 89 ക്യാമ്പുകളാണ് സജ്ജമാക്കിയിരുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഗണിതം ഒഴികെയുള്ള എല്ലാ ഉത്തരപേപ്പറുകളുടെയും മൂല്യനിർണ്ണയമാണ് നടന്നത്. ആദ്യം +1 ഇംപ്രൂവ്മെന്റ്, +2, +1 എന്നിങ്ങനെ തിരിച്ചുള്ള മൂല്യനിർണ്ണയമാണ് ഇവിടെ നടത്തിയത്. 400ഓളം അധ്യാപകരുടെ നേതൃത്വത്തിലായിരുന്നു മൂല്യനിർണ്ണയം. 70ഓളം ചീഫ് എക്സാമിനർമാരും പ്രവർത്തിച്ചിരുന്നു. 10 ദിവസങ്ങളായാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് നടത്തിയത്. മെയ് 22-നാണ് +2 പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കും. 8.7 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവുമായി BJP രംഗത്ത് റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തി. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ കുൽക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി മതിയായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവുമായാണ് BJP കുൽക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയത്. 2 ദിവസം മുമ്പ് സ്റ്റേഷൻ സമീപം അധ്യാപിക ട്രെയിൻ തട്ടി മരിക്കാനിടയായ സാഹചര്യത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് BJP നേതൃത്വത്തിൽ സദൻ റെയിൽവേ മാനേജറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കുൽക്കല്ലൂർ റെയിൽവേ ഗേറ്റിലും സ്റ്റേഷനിലും ഉടൻ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ നിർദ്ദേശ ബോർഡുകളും സ്ഥാപിക്കണം. കുൽക്കല്ലൂർ റെയിൽവേ ഗേറ്റ് മുതൽ സ്റ്റേഷൻ വരെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പാത മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കുന്നതിനുമായി ബാരിക്കേഡുകളോട് കൂടിയ പ്രത്യേക നടപ്പാത നിർമ്മിക്കണമെന്നും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഇക്കാര്യങ്ങളിൽ നടപടി ഉണ്ടാകാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതായും BJP നേതാക്കൾ അറിയിച്ചു. BJP കൊപ്പം മണ്ഡലം പ്രസിഡന്റ് രാജകുമാരൻ, കുൽക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി K ഹരിദാസ്, ജില്ലാ സമിതി അംഗം ജയപ്രകാശ്, ഗിരീഷ് കുമാർ എന്നിവരാണ് സദൻ റെയിൽവേ മാനേജറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പെരുമണ്ണൂർ ALMSE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പെരുമണ്ണൂർ 92 നമ്പർ അംഗൻവാടിയിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. അംഗൻവാടി ടീച്ചർ രമാദേവി, ഹെൽപ്പർ പ്രസന്ന എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരെ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെയും നാട്ടുകാരുടെയും ഉപഹാരങ്ങൾ കൈമാറി. വാർഡ് മെമ്പർ ബാലൻ, സരിത വിജയൻ, വേണു കുറുപ്പത്ത്, KC കുഞ്ഞൻ, പപ്പു, M ബഷീർ അലി, സുരേഷ്, റാഷിദ്, ഷാനു, മാലതി, ഹബീബ്, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ ഞാൻ ഒന്നും അറിയാണ്ട് ചെന്നപ്പോൾ ചാലിശ്ശേരി പഞ്ചായത്തിലെ ടീച്ചർമാരാണ് ഇന്നെ ടീച്ചറാക്കിയത്. ഒരു കാര്യം, ഒരു മീറ്റിങ്ങിന് ചെന്നാൽ മാലതിയെ, കാർത്തിയേനി, ആ ആളെ ഈ ആളെന്ന് ഞാൻ വിളിച്ച് ഞാൻ നിരന്തരം അവരെ ശല്യം ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ അവരും എന്നെ എല്ലാം പഠിപ്പിച്ച് ഒരുവിധമായി. ഇപ്പോൾ ഒരു മീറ്റിങ്ങിനൊന്നും എല്ലാവരും, എനിക്കൊരു വാശിയായിരുന്നു. ഞാനൊരു ഹെൽപ്പർ പ്രൊമോഷൻ ആണെങ്കിലും എല്ലാ ടീച്ചർമാരെയും കൂടെ എത്തണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അത് ഇന്ന് വരെ ഞാൻ എല്ലായിടത്തും ഒപ്പിച്ചു. അത്രയും ജോലി ചെയ്യാൻ സഹായിച്ചതിന് ഈ നാട്ടുകാരോടും ദൈവത്തിനോടും ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല സഹായിച്ചിട്ട് നിന്ന് കുറച്ച് നേരം വൈകിയാലും ആരും ഒന്നും എന്നെ പറഞ്ഞറിയില്ല. പിന്നെ എൻ്റെ കുട്ടികളാണെങ്കിൽ ഞാൻ വരാൻ കാത്തിക്കും. ഞാൻ വീട്ടിലേക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയാൽ ഇങ്ങോട്ട് കണ്ടാൽ അവർക്ക് വെള്ളം വേണം, കക്കൂസ് പോകണം. അപ്പം ഞാൻ ചോദിക്കും, ഇത്ര നേരങ്ങൾ എവിടെ ഇറങ്ങടാ ചോദിക്കും ഞാൻ. അപ്പോൾ വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഞാൻ പോവാറായിട്ടല്ല ഞാൻ പോകണം. എനിക്ക് 2-3 വർഷം കൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.